43-ാമത്തെ ശ്ലോകം നോക്കാം. അങ്ങനെ ദേവഗിരിയിൽ ചെല്ലുമ്പോൾ അവിടെ ആരെയാണ് അങ്ങ് ദർശിക്കാൻ പോകുന്നത്? അവിടെ ദേവഗിരി ആരുടെ വാസസ്ഥാനമാണ്? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അതിമനോഹരമായ ദേവഗിരിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. സ്കന്ദന്റെ വസതിയായിട്ടുള്ള ദേവഗിരി അതാണ്. തത്ര സ്കന്ദം നിയതവസതിം പുഷ്പമേഘീകൃതാത്മാ പുഷ്പാസാരൈഃ സ്നപയതു ഭവാൻ വ്യോമഗംഗാജലാർദ്രൈഃ രക്ഷാഹേതോർണവശശിഭൃതാ വാസവീനാം ചമൂനാമത്യാദിത്യം ഹുതവഹ മുഖേ സംഭൃതം തദ്ധിതേജ. സ്കന്ദനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ശ്ലോകമാണിത്. ദേവഗിരിയുടെ മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ട് സ്കന്ദന്റെ മുൻപിൽ അങ്ങ് എങ്ങനെ തൻ്റെ അർച്ചന സമർപ്പിക്കണം എന്നും കൂടെ സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. തത്ര സ്കന്ദം നിയതവസതിം പുഷ്പമേഘീകൃതാത്മാ പുഷ്പാസാരൈഃ സ്നപയതു ഭവാൻ വ്യോമഗംഗാജലാർദ്രൈഃ. സ്നപയതു ഭവാൻ എന്നാണ് പറയണത്. തത്ര ഭവാൻ സ്നപയതു. കം സ്നപയതു? സ്കന്ദം സ്നപയതു. തത്ര ഭവാൻ സ്കന്ദം സ്നപയതു. കഥം? വ്യോമഗംഗാജലാർദ്രൈഃ പുഷ്പാസാരൈഃ സ്കന്ദം സ്നപയതു. തത്ര നിയതവസതിം സ്കന്ദം പുഷ്പമേഘീകൃതാത്മാ ഭവാൻ വ്യോമഗംഗാജലാർദ്രൈഃ പുഷ്പാസാരൈഃ സ്നപയതു. അവിടെ സ്കന്ദനെ അങ്ങ് പൂജാപുഷ്പങ്ങളെ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കണം. സ്നപയതു എന്ന വാക്കിന് എത്ര മനോഹരമായിട്ടുള്ള അർത്ഥമാണ്. സ്നാനം ചെയ്യിപ്പിക്കണം. എങ്ങനെ? വ്യോമഗംഗാജലാർദ്രൈഃ പുഷ്പാസാരൈഃ. അഭിഷേകം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം സ്കന്ദന്. നിയതവസതിയായിട്ടുള്ള സ്കന്ദന് വ്യോമഗംഗ ആകാശഗംഗയുടെ ജലത്താൽ ആർദ്രങ്ങളായ പുഷ്പാസാരങ്ങളെ കൊണ്ട് പുഷ്പവൃഷ്ടി കൊണ്ട് അങ്ങ് അഭിഷേകം ചെയ്യിക്കണം. എങ്ങനെയാണത്? അതാണ് പുഷ്പമേഘീകൃതാത്മാവായിട്ട്. പുഷ്പമേഘീകൃതാത്മാവ് എന്ന് പറഞ്ഞാല് കാമരൂപിയായ അങ്ങയ്ക്ക് പുഷ്പങ്ങളാകുന്ന മേഘങ്ങളുടെ രൂപത്തെ സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാമരൂപിർമഘോന എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ കാമരൂപിയായ അങ്ങ് പുഷ്പമേഘീകൃതാത്മാവായിട്ട് പുഷ്പാണാം മേഘ പുഷ്പമേഘ വ്യാഖ്യാനത്തിൽ കണ്ടോ? പുഷ്പമേഘീകൃതാത്മാ എന്നതിന് കാമരൂപത്വാത് പുഷ്പവർഷുകമേഘീകൃത വിഗ്രഹസ്ഥൻ എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോ പുഷ്പം വർഷിക്കാൻ പോകുന്ന മേഘീകൃത വിഗ്രഹനായിട്ട് അങ്ങ് പുഷ്പാസാരങ്ങളെ കൊണ്ട്, എങ്ങനെയുള്ള പുഷ്പാസാരം? ആസാരം എന്ന് പറഞ്ഞാൽ വൃഷ്ടിയാണ്. പുഷ്പവൃഷ്ടി കൊണ്ട് വ്യോമഗംഗാജലത്താൽ ആർദ്രങ്ങളായ പുഷ്പവൃഷ്ടി കൊണ്ട് ആ സ്കന്ദനെ അങ്ങ് അഭിഷേകം ചെയ്യണം, സ്നാനം ചെയ്യിപ്പിക്കണം. അപ്പോ ആ ദേവഗിരിയിൽ നിയതവസതിയായ അങ്ങ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ദേവഗിരി എന്ന വാക്കിനെ തന്നെ കാളിദാസൻ ഉപയോഗിച്ചത് ദേവപൂർവം ഗിരിം തേ എന്നാണ്. ഇതിനേക്കാൾ ഭംഗിയായിട്ട് അവിടെ വൃത്തത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ വാക്കിനെ വിഗ്രഹിക്കാൻ പറ്റില്ല. അത്ര ഭംഗിയായിട്ടാണ് കാളിദാസൻ ദേവഗിരി എന്ന വാക്കിനെ വിഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ വീണ്ടും പറയാണ്, അവിടെ നിയതവസതിയായ സ്കന്ദനെ അങ്ങ് പുഷ്പമേഘീകൃതാത്മാവായിട്ട് വ്യോമഗംഗാജലാർദ്രങ്ങളായ പുഷ്പാസാരങ്ങളെ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കണം എന്ന് പറയാണ്. എന്താണ് അവിടെ ആ തേജസ്സിന്റെ പ്രാധാന്യം? എന്താണ്? അതാണ്
എങ്ങനെ ഉണ്ടായതാണ് ആ കാന്തമായ തേജസ്? അതാണ് അടുത്ത 2 വരികളിൽ പറയുന്നത്. രക്ഷാഹേതോർണവശിഭൃത വാസവീനാം ചമൂനാമത്യാദിത്യം ഹുതവഹമുഖേ സംഭൃതം തദ്ധിതേജഃ. തത്തേജഃ ഹി ഹുതവഹമുഖേ സംഭൃതം. ആ തേജസ്സാകട്ടെ ഹുതവഹമുഖത്തിൽ സംഭൃതമായതാണ്. ഹുതവഹമുഖം അഗ്നിമുഖം. അഗ്നിമുഖത്ത് സംഭരിച്ചിട്ടുള്ള തേജസ്സാണത്. അത് എങ്ങനെയുള്ളതാണ്? അത്യാദിത്യം. ആദിത്യനേക്കാൾ കേമമായിട്ടുള്ള തേജസ്സാണ്. ആദിത്യനെ പോലും കവച്ചു വെക്കുന്ന ആദിത്യം അതിക്രാന്തം അത്യാദിത്യം എന്നാണ് വിഗ്രഹം. ആ വിഗ്രഹം വളരെ രസകരമായിട്ടുള്ള വിഗ്രഹമാണ്. ആദിത്യം അതിക്രാന്തം അത്യാദിത്യം. അപ്പോൾ ഈ അതി എന്നുള്ള വാക്ക് അതിക്രാന്തം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അവിടെ സമസിക്കുമ്പോൾ അത് ദ്വിതീയയായിട്ട് മാറുകയും ചെയ്യും. അതാണ് അത്യാദയ ക്രാന്താദ്യർത്ഥേ ദ്വിതീയ എന്ന് പാണിനിയുടെ സൂത്രമുണ്ട്. ഇത് സമാസഹ. അപ്പോ അതി മുതലായിട്ടുള്ള ശബ്ദങ്ങൾ ക്രാന്താദ്യർത്ഥത്തിൽ ദ്വിതീയ വിഭക്തിയിലൂടെ സമസിക്കും അത്രേ. അതാണ് അത്യാദയ ക്രാന്താദ്യർത്ഥേ ദ്വിതീയ എന്ന സൂത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അവിടെ സമാസം. അപ്പോ അത്യാദിത്യം സംഭൃതം ഹുതവഹമുഖേ സംഭൃതം തേജഹാസി. അത് എന്തിനു വേണ്ടി ഉണ്ടായതാണ്? വാസവീനാം ചമൂനാം രക്ഷാഹേതോഹോ. വാസവിയുടെ ചമു, വാസവീനാം ചമൂനാം. വാസവൻ ഇന്ദ്രനാണ്. ഇന്ദ്രന്റേതായ ചമു എന്ന വാക്കിന് സേന എന്നാണ് അർത്ഥം. ഇന്ദ്രസേനയ്ക്ക് രക്ഷാഹേതുവായി ജനിച്ചതാണ് ആ തേജസ് അല്ലെ. പണ്ട് താരകാസുരനെ വധിക്കാനായിട്ട് ശിവപാർവതിമാരുടെ സംയോഗമുണ്ടാകണം എന്നു കരുതി ഇന്ദ്രൻ കാമനെ പറഞ്ഞയച്ച് കാമൻ ഭസ്മമായി അവസാനം ശിവനും പാർവതിയും കൂടി വളരെ കാലത്തെ പാർവതിയുടെ തപസ്സിന്റെ അനന്തരം ശിവപാർവതിമാരുടെ വിവാഹം നടക്കുകയും അതുകഴിഞ്ഞ് സംവത്സരങ്ങൾ കഴിഞ്ഞ് താരകാസുര നിഗ്രഹത്തിനായി കാന്ത തേജസ് ശിവപാർവതിമാരിൽ നിന്നും രൂപം കൊള്ളുകയും ചെയ്തു അല്ലെ. അവരുടെ ബീജമായിട്ട് പുറത്തേക്ക് വന്ന തേജസ്സാണത്. ആ തേജസ്സിനെ വഹിച്ചത് അഗ്നിദേവനാണ്. അപ്പോ അപ്രകാരം അതിപ്രൗഢമായിട്ടുള്ള തേജസ്സാണ്. അപ്പൊ നോക്കൂ, ശിവനെ അവിടെ പറഞ്ഞത് എന്താണ്? നവശശിഭൃത. നവശശിഭൃത്തിനാൽ വാസവിയുടെ ചമുക്കളുടെ രക്ഷാഹേതുവിനായിക്കൊണ്ട് ആദിത്യനെ കവച്ചു വെക്കുന്ന അഗ്നിമുഖത്ത് സംഭരിച്ച തേജസ്സാണല്ലോ അത് എന്നാണ് പറയണത്. അപ്പോ ആ തേജസ്, ലോകത്തുള്ള തേജസ്സുകൾ ഏതൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും അഗ്നിയും ആണ്. ഈ തേജോഗോളങ്ങളെ മുഴുവനും ഇവിടെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത്രേ സ്കന്ദൻ എന്ന് തോന്നുമാറാണ് ഇവിടുത്തെ വർണ്ണന അല്ലെ. നവശശിഭൃത, ചന്ദ്രക്കലയെ, പുതുമയേറിയ ചന്ദ്രക്കലയെ ധരിക്കുന്ന ശിവനാണ്. ആ ശിവനിൽ നിന്നും ജനിച്ച തേജസ് അത് അഗ്നിമുഖത്ത് സംഭരിച്ചു. ആദിത്യനെ കവച്ചു വെക്കുന്ന തേജസ്. ആ തേജസ്സിനെ പൂജിക്കാതെ പോകരുതേ എന്ന് മേഘത്തെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ അർച്ചനയായി മാറും. അതുകൊണ്ട് സ്കന്ദനെ നമിച്ചു വേണം പോകാൻ. ആ സ്കന്ദനെ പുഷ്പമേഘീകൃതാത്മാവായി പുഷ്പാതാരങ്ങളിലൂടെ സ്നാനം ചെയ്യിപ്പിച്ചു വേണം അന്ന് പോകാൻ എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തില്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആശയം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അന്വയം ഞാൻ ഒന്നും കൂടി പറയാം. തത്ര നിയതവസതിം സ്കന്ദം വ്യോമഗംഗാജലാർദ്രൈഃ പുഷ്പാതാരൈഃ പുഷ്പമേഘീകൃതാത്മാ ഭവാൻ സ്നപയതു. നവശശിഭൃത വാസവീനാം ചമൂനാം രക്ഷാഹേതോഃ
ഹുതവഹ മുഖേ സംഭൃതം അത്യാദിത്യം തേജഃ ഹി തത്. വേണമെങ്കിൽ തത് എന്ന് ആദ്യം പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെയാണ് ശ്ലോകത്തിന്റെ അന്വയം വരിക. ആ ദേവഗിരിയിൽ നിയതവസതിയായ സ്ഥിരതാമസക്കാരനായ സുബ്രഹ്മണ്യസ്വാമിയെ വ്യോമഗംഗാജലത്താൽ ആർദ്രങ്ങളായ പൂക്കളാകുന്ന വൃഷ്ടികളാൽ പുഷ്പമേഘീകൃതാത്മാവായ അങ്ങ് സ്നാനം ചെയ്യിപ്പിക്കണം. കാരണം ആ തേജസ് ശ്രീപരമേശ്വരനാൽ ഇന്ദുമൗലിയാൽ ഇന്ദ്രന്റെ സേനയുടെ രക്ഷയ്ക്കായിക്കൊണ്ട് ആദിത്യനെ കവച്ചു വയ്ക്കുന്നതായി ഹുതവഹമുഖത്തിൽ അഗ്നിമുഖത്തിൽ സംഭരിച്ചതാണല്ലോ. അതുകൊണ്ട് തീർച്ചയായും ആ തേജസ്സിനെ നമിച്ചു വേണം പോകാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്.